ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബഉൻ തജ്രിൽ അബ്ദ ലിൽ അബ്ദി ബഅദ മൗതിഹി. ഒരു 7 കാര്യം നബി തങ്ങൾ പറയുകയാണ്, ഒരു 7 കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. മരണപ്പെട്ടു പോയ ശേഷം നമുക്ക് ഉപകാരം കിട്ടിക്കൊണ്ടേയിരിക്കുന്ന, അതിൻ്റെ ഫലം മുറിയാത്ത, കണ്ടിന്യൂ ആയിട്ട് അതിൻ്റെ ഫലം നമ്മിലേക്ക്, ഖബറിലേക്ക്, റൂഹിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്ന 7 കാര്യങ്ങളുണ്ട്. സബഉൻ 7 കാര്യം. തജീൽ അബ്ദി ബഅദ മൗതിഹി, ഒരടിമ മരണപ്പെട്ട ശേഷം, അവൻ്റെ മരണത്തിന് ശേഷം അവനിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു 7 കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് 7 കാര്യം ചെയ്താൽ നമ്മൾ ഖബറിലെത്തിയാലും മണ്ണായാലും അതിൻ്റെ ഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും അത് നഷ്ടമാവൂല, പാഴാവൂല, അത് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകൂല. ഏതൊക്കെയാണ് 7 കാര്യം? ബഹുവ ഫീ ഖബരി, അവൻ ഖബറിലായിരിക്കെ അവനിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന 7 കാര്യങ്ങൾ. 1, മൻ അല്ലമ ഇൽമൻ, എന്തെങ്കിലുമൊക്കെ ഒരു ഇൽമ് നമ്മൾ ആർക്കെങ്കിലും പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൽമ് പിന്നെ മറ്റുള്ള ആളുകളിലേക്ക് എത്തി, അവരുടെ ജീവിതത്തിൽ അവർ പകർത്തി, അവർ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇൽമിയായൊരു സേവനം ചെയ്താൽ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ഇൽമുമായി ബന്ധപ്പെടാൻ മുൻഗാമികൾ ആഗ്രഹിച്ചിരുന്നു, വലിയ താല്പര്യം കാട്ടിയിരുന്നത്. മരിക്കണം അന്ന് വരെ എനിക്ക് ഇൽമു പഠിപ്പിക്കണം എന്ന് പറഞ്ഞ ഉസ്താദുമാരുണ്ട്. ഗവൺമെൻറ് ജോലിയായാൽ, അല്ലെങ്കിൽ വേറെ ഏത് ജോലിയാണെങ്കിൽ 56 വയസ്സിലോ മറ്റൊക്കെ ആയിട്ട് റിട്ടയർഡായി പോകും. പക്ഷേ ദർസൊക്കെ നടത്തുന്ന ഉസ്താദുമാർ 80, 85, 90 വയസ്സായാലും ആരോഗ്യപരമായ എല്ലാ ക്ഷീണങ്ങളും പ്രയാസങ്ങളുണ്ടെങ്കിലും അവർ ദർസ് നടത്തൽ, കിതാബ് ഓതിക്കൊടുക്കൽ നിർത്തൂല. പോകുന്നിടത്തോളം പോട്ടെ എന്ന് കരുതും. ശമ്പളം കിട്ടാൻ വേണ്ടിയോ പൈസക്ക് വേണ്ടിയോ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. മക്കളൊക്കെ പറയും, നിങ്ങൾ പോകണ്ട, ഇനി പുറേ കുത്തിർന്നോളൂ, ഞങ്ങൾ ചിലവൊക്കെ നോക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ വേണ്ടി ഞങ്ങൾ തരുമല്ലോ. പക്ഷെ അവർക്കതൊന്നുമല്ല വേണ്ടത്. മരിക്കണം അന്ന് വരെ ഇൽമുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. കാരണം ആ ഇൽമ ഒരാൾ കേട്ട് ആ ഇൽമനുസരിച്ച് പ്രവർത്തിക്കുകയും ഇൽമ മറ്റുള്ള ആളുകളിലേക്ക് പ്രസരിക്കുകയും ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ അതിൻ്റെ കൂലി ആരിലേക്ക് കിട്ടും? അത് കാരണക്കാരെ നമ്മിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇൽമ ക്ലാസ് എടുത്തുന്നു, ഇതിങ്ങനെ ഫോർവേഡാക്കി ഷെയർ ചെയ്തു, ആരൊക്കെ കേൾക്കുന്നോ ഓക്കെ, അതും ഇൽമിൻ്റെ സേവനമാണ്. ഇൽമിയായ എന്ത് സേവനം ദീനീപരമായ അറിവുകളുമായി ബന്ധപ്പെട്ട് ചെയ്തോ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. 1, അല്ലെങ്കിൽ അജ്റാ നെഹ്റൻ, അല്ലെങ്കിൽ ഒരു തോടോ അരുവിയോ ഒക്കെ അവൻ കുഴിച്ചു, കനാൽ നിർമ്മിച്ചു കൊടുത്തു. ഒരു ചെറിയ പുഴ, ആളുകൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്, ജലസേചനത്തിന്, വെള്ളം കുടിക്കാൻ, അല്ലെങ്കിൽ തോട്ടം നനക്കാൻ വെള്ളത്തിൻ്റെ സഹായം നമ്മൾ ചെയ്തു കൊടുത്തു. വലിയ ഫضലും വലിയ മഹത്വമാണ്. അതാണ് ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് നമുക്കത് ബോധ്യപ്പെടില്ല. കൃഷിയൊക്കെ സജീവമായി നടക്കുന്ന നാട്ടിൽ വെള്ളം വേണ്ടി വരും. അപ്പോൾ ഒരു കനാൽ ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവർക്കും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്കൊരു പുഴ കീറിക്കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വജറാ നെഹ്റൻ. അല്ലെങ്കിൽ 3-ാമത്തേത് ഹഫറ ബിഇറൻ, അല്ലെങ്കിൽ ഞങ്ങനെ കനാലും തോടൊന്നും ഉണ്ടാക്കി കൊടുക്കണില്ല, പക്ഷെ ഒരു കിണർ കുഴിച്ചു കൊടുക്കും. വലിയ ഫضലാണ്, വലിയ മഹത്വമാണ് കിണർ കുഴിച്ചു കൊടുക്കുക എന്നുള്ളതിന്. നമ്മൾ ആവശ്യമില്ലാതെ പൈസ കുറേ ചിലവാക്കും. പോരേലെ ഓരോ ചടങ്ങുകൾ, ഓരോ മാമൂലുകൾ, ഇത്ര ചിലവാണ്, ലക്ഷക്കണക്കിന് റുപ്യ. എന്നാൽ കുടിക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന കുറേ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഏരിയകളിൽ 25,000 റുപ്യ എടുത്താൽ കിണർ കുഴിച്ച് വെള്ളം ഉപയോഗിക്കാൻ പറ്റിയ രൂപം ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട്. ഇപ്പോൾ ആസാമിലൊക്കെ എൻ്റെ അടുത്ത് തന്നെ പല ആൾക്കാരും വന്നിട്ട് പറയും, ഉസ്താദേ കിണർ ആവശ്യമുണ്ടെങ്കിൽ പറയണം. 25,000 റുപ്യ ഒരു കിണറിന് മതി. അവിടെ അവർക്ക് ഉളുടുക്കാൻ, കുളിക്കാൻ ഒക്കെ സൗകര്യത്തിന് വെള്ളം ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ വെറും 25,000 റുപ്യ ഉള്ളൂ. നമ്മൾ ഈ പേട്ടയത്ത് തന്നെ ഒരുപാട് ആൾക്കാരങ്ങനെ 25,000 റുപ്യ വിജിലും തന്ന് ഉത്തരേന്ത്യയിലൊക്കെ വെള്ളം കിണർ കുഴിച്ചു കൊടുത്ത് ഇപ്പോഴും ഈ അടുത്ത് വരെ അവിടേക്ക് ഈ പള്ളിയിൽ ഉതിർക്കാൻ വരുന്ന, നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർക്ക് വെള്ളമല്ല, വലിയ പ്രയാസമാണ്. 25,000 റുപ്യ പറഞ്ഞാൽ ഇവിടുന്ന് ഒരു കുട്ടിക്ക് മുട്ടായി എടുക്കണ അത്രയേ ഉള്ളൂ. കല്യാണം ഉണ്ടാകുമ്പോൾ നമ്മൾ കാട്ടി കൂട്ടണ കോപ്രായങ്ങൾക്ക് 25,000 റുപ്യ ഇരട്ടി വേണം. 25,000 റുപ്യ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാര പള്ളികൾ, അതുപോലെ മറ്റുള്ള പള്ളികൾ, വീടുകൾക്കൊക്കെ ഒരു കിണർ കുഴിച്ചു കൊടുക്കാം. കിണർ കുടിക്കുക മാത്രമല്ല, ചെറിയ കിണർ കുഴിച്ചിട്ട് അതിൻ്റെ വെള്ളം പൈപ്പിലൂടെ മോട്ടറിലൂടെ എത്തിക്കാൻ പോലും പറ്റും.
അപ്പോൾ അവർ ഉതിർക്കുന്ന കാലത്തോളം, കുളിക്കുന്ന കാലത്തോളം, കുടിക്കണ കാലത്തോളം നമുക്ക് കിട്ടില്ലേ. അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ നമ്മുടെ നാട്ടിൽ തന്നെ പാവപ്പെട്ട ഏരിയയിൽ ഒരു 5-6 പെരക്കാർക്ക് അല്ലെങ്കിൽ 2-3 പെരക്കാർക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ നമുക്ക് നമ്മളെ ആഹാരം സേഫായില്ലേ. അതാണ് FD എന്ന് പറഞ്ഞത്. അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അവിടെ നമ്മളെ ക്യാപിറ്റൽ ക്യാഷ് അവിടെ ഉണ്ടാവും ചെയ്യും, പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേ ഇരിക്കും ചെയ്യും. ഔഹഫറ ബിഇറാൻ, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. ഇതൊന്നും ആർക്കാരും ശ്രദ്ധിക്കൂല. വേറെ പലതും ചെയ്തു കൊടുക്കും, പേര് കിട്ടാൻ, പ്രശസ്തി കിട്ടാൻ, പാർട്ടി ഫണ്ടേക്ക് മറ്റേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അജറാൻ, അല്ലെങ്കിൽ ഹാറസൻ നഖലൻ, അല്ലെങ്കിൽ ഒരു മരം കുഴിച്ചിടുക. നിമിതങ്ങൾ പഠിപ്പിച്ചത് ഹാറസൻ നഖലൻ, ഈത്തപ്പന കുഴിച്ചിടുക എന്നാണ്. അവിടെ ഉള്ളത് ഈത്തപ്പന മരമായിരുന്നു. അതിൻ്റെ കായ്ക്കനികളും അതിൻ്റെ പഴവർഗ്ഗങ്ങളൊക്കെ ജനങ്ങൾക്ക് കിട്ടുന്ന കാലത്തോളം ഇവൻ്റെ കബറിലേക്കും കിട്ടിക്കൊണ്ടേയിരിക്കും. തണൽ മരങ്ങൾ നമ്മൾ കുഴിച്ചിട്ടാൽ ജനങ്ങൾക്ക് തണലേകുന്ന കാലത്തോളം ഒരു തെങ്ങ്, ഒരു തേങ്ങ നമ്മളിട്ടു, അല്ലെങ്കിൽ ഒരു അടക്ക, എന്നിട്ട് കൃഷി ചെയ്താൽ വർഷങ്ങൾക്ക് ശേഷം അത് വലിയ വലിയ തെങ്ങായി കവുങ്ങായി വന്ന് ആർക്ക് അതിൻ്റെ ഫലം കിട്ടുന്ന കൂലി കബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ നെയ്യത്തെന്നാണ് ആഹാരത്തിൽ കൂലി കിട്ടണം, അള്ളാനെ പൊരുത്തം കിട്ടണം എന്തെല്ലാം നെയ്യത്ത് കൂടി വേണം. അല്ലെങ്കിൽ ഇപ്പോൾ തെങ്ങ് ഇപ്പോൾ എല്ലാവരും വെക്കുമല്ലോ, ഹിന്ദുക്കളും വെക്കും. ആഹാരമല്ല എന്ന് കരുതുന്ന അതല്ലാത്ത ആൾക്കാരും വെക്കും, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടും നല്ല നെയ്യത്തിലായിരിക്കണം, വെറും പ്രകൃതി സ്നേഹം മാത്രമല്ല. ഔവാറസനഖില്ല, പഴയ കാലത്ത് ആൾക്കാർ തെങ്ങ് വെച്ചോണ്ടല്ലേ നമുക്കിന്ന് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ തേങ്ങയ്ക്ക് എത്ര വിലയുണ്ട്, വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയുണ്ട്. ഇപ്പോൾ കണ്ണൂർ വലിയ പ്രശ്നം ഉണ്ടായി. എന്താ, ചിരട്ട മോഷ്ടിച്ചതാണ്. പണ്ടാരും വിലയില്ലാതെ കണ്ട സാധനം ചിരട്ടാറുണ്ട്. ഇപ്പോൾ ചിരട്ടയ്ക്ക് വില. എന്നിട്ട് CCTV വെച്ച് പോലീസിൽ അറിയിച്ച് പോലീസിൽ അറസ്റ്റ് ചെയ്തു. സ്വർണം മോഷ്ടിച്ചതല്ല, വണ്ടി എടുത്തിട്ടുണ്ടായതല്ല, കുരൻ്റെ എറാപുറത്തുനിന്ന് ചിരട്ട മോഷ്ടിച്ചുണ്ട്. വില ഉണ്ടെന്നർത്ഥം. വേകാലത്തൊക്കെ എല്ലാവരും തെങ്ങുമ്മ കൂടി. പക്ഷെ കുറച്ച് മുമ്പ് എല്ലാ തെങ്ങുകളും മുറിച്ച് മാറ്റി ആൾക്കാർ റബ്ബറൊക്കെ വെച്ചു. അവർ മേപ്പോട്ട് വെക്കുകയാണ്. കാരണം തേങ്ങക്ക് അത്ര നല്ല വില ഉണ്ട്. ഉദാഹരണം പറയാണ്. അപ്പോൾ നബിതങ്ങൾ പഠിപ്പിച്ചത് ഒരു ഈത്തപ്പന മരം എന്നാ. അവിടെ ഉള്ളത് ആ മരമാണ്. മരം കുഴിച്ചിടുക എന്നർത്ഥം വലിയ ഫضലാണ്. നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾ എത്രത്തോളം കാലം ആ തെങ്ങ് അവിടെ ഉണ്ടാവുമോ, അത് തേങ്ങ കിട്ടുമോ, ആൾക്കാർ അതിൻ്റെ തേങ്ങ തിന്ന് ഉപയോഗിക്കുന്ന കാലത്തോളം, ആ തേങ്ങ ഉപയോഗിച്ച് ഉണക്കി കൊപ്പരാക്കി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന കാലത്തോളം നമ്മളെ കബറ് കിട്ടിക്കൊണ്ടായിരിക്കും. ഔ ബന മസ്ജിദൻ, അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കുക. അതന്നെ അറബികളൊക്കെ ചെയ്യണത്. ഒരു പള്ളി നമ്മളെ വകയായിട്ട്. അതിൻ്റെ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പള്ളി ഉണ്ടാക്കാൻ ലക്ഷങ്ങളും കോടികളോ, എന്നാൽ തീരെ സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന എത്ര നാടുകളുണ്ട്. ആസാമിലും ബീഹാറിലും ബംഗാളിലൊക്കെ ഒരു പള്ളി ഉണ്ടാക്കാൻ 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷമൊക്കെ ചിലവാക്കിയാൽ മതിയാവും. ഒരു 5 ലക്ഷം ഉണ്ടെങ്കിൽ തന്നെ ഷീറ്റ് ഇട്ടിട്ടേ നല്ല പള്ളി ഉണ്ടാക്കാൻ പറ്റും. അവിടെയൊക്കെ വാർപ്പല്ല, കോൺക്രീറ്റ് അല്ല, ഷീറ്റുണ്ടായിരിക്കും, ചുമരും ഷീറ്റുണ്ടായിരിക്കും. ചെറിയ പൈസ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ആഡംബരത്തിന് വേണ്ടി ഉണ്ടാക്കണ മാതിരിയൊന്നുമല്ല. അപ്പം അങ്ങനെ മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ഇടങ്ങളിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ പോലും കഴിയാത്ത ആൾക്കാർ, പ്രത്യേകിച്ച് ആ ഭാഗങ്ങളിലൊക്കെ ചേരി പ്രദേശമാണ്, കോളനി പോലെ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കക്കൂസ് തന്നെ ഉണ്ടാവില്ല. നമ്മളൊക്കെ എത്രയോ കണ്ടതാണ്. PVC പൈപ്പ് ഇങ്ങനെ കൂട്ടിച്ചിട്ട് അയക്കാണ് ഒരു എന്ത് ചെയ്യുക, വിസർജിക്കുക. ശരിക്കത് വേസ്റ്റ് പോകാനൊന്നും സൗകര്യം പോലും ഉണ്ടാവില്ല. വളരെ ദയനീയമാണ്. മുസ്ലിമീങ്ങളായിരിക്കും, വലിയ വിശ്വാസമൊക്കെ ഉണ്ടാവും. അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി ചെറിയ പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ 4-5 റുപ്യക്ക് ആവുള്ളൂ. നമ്മളിവിടെ ചിലവാക്കുന്നത് വലിയ ചാരിറ്റി എന്നും പറഞ്ഞിട്ട് എത്ര പൈസ നമ്മൾ ചിലവാക്കുക. ഒക്കെ ഒരുപക്ഷെ ആഡംബരങ്ങൾക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അനർത്ഥങ്ങൾക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ മോടികൾക്ക് വേണ്ടിയായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു പള്ളിയെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണ്ടേ? എവിധങ്ങൾ പറഞ്ഞ ഒരു മാടപ്രാവ് നിൽക്കാൻ ഒരു പ്രാവും കൂടിൻ്റെ വലുപ്പത്തിലുള്ള പള്ളി ഉണ്ടാക്കി കൊടുത്താലും വനല്ലാഹു മസ്ജിദൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു പള്ളി, ഒരു വീട്, വനല്ലാഹു ഉബൈത്തൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട് ഉണ്ടാക്കി കൊടുക്കുന്ന. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ പൈസ കൊണ്ട് എനിക്ക് ആരും അറിയണമെന്നൊന്നുമില്ല. എൻ്റെ പൈസ കൊണ്ട് 1 ലക്ഷത്തിന് 2 ലക്ഷത്തിനൊക്കെ പള്ളി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്ന് കരുതിയിട്ട് വിശ്വസ്തമായ വഴികളിലൂടെ ഏൽപ്പിച്ചാൽ പള്ളി ഉണ്ടാവും. ആ പള്ളിയിൽ നിസ്കാരങ്ങളെ, ഇത്തിക്കാഫ്, ഖുർആനോത്ത്, അത് മതി സ്വർഗത്ത് കിടക്കാൻ. അതാണ് നിങ്ങൾ പറഞ്ഞത്. അല്ലെങ്കിൽ മുസ്ഹഫൻ, അല്ലെങ്കിൽ ഒരു മുസ്ഹഫ് എന്താക്കി കൊടുക്കുക, ഏൽപ്പിക്കുക, അനന്തരാക്കി കൊടുക്കുക, മുസ്ഹഫ് ഓതാൻ കൊടുക്കുക. ഇന്നിപ്പോൾ ആൾക്കാർ മുസ്ഹഫ് നോക്കിയിട്ടാണ്, അധികം മൊബൈൽ നോക്കിയിട്ടൊക്കെയാണ് ഓതുന്നത്. ആയിക്കോട്ടെ, മൊബൈൽ നോക്കി വലിയ ആൾക്കാർ വിചാരിച്ചു എന്താ മൊബൈൽ ഇങ്ങനെ കളിക്കണത്, എല്ലാം ഇങ്ങനെ കരുതണ്ട.
കാരണം മൊബൈൽ ഓതുമ്പോൾ നമുക്ക് ചിലപ്പോൾ സൗകര്യം കിട്ടും ചില ആളുകൾക്ക്. ആ മൊബൈലിൽ ലൈറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഡിസ്പ്ലേ ഉണ്ടാകുമ്പോൾ കറക്റ്റ് ശരിക്കും കാണാൻ കഴിയും. മൊബൈൽ ഖുർആൻ ഓതുക, പേജ് അച്ചടിക്കപ്പെട്ട മുസാഫുകളെന്ന് ചിലപ്പോൾ എല്ലാവരും എടുത്തോളണമെന്നില്ല. എങ്ങനെ ആവട്ടെ, അപ്പോൾ ഒരാളെ മൊബൈൽ ആപ്പിൽ കയറ്റി മൊബൈലിൽ ആപ്പിൽ ഖുർആൻ കയറ്റുകയാണെങ്കിൽ അതിനും കൂടിയിട്ടും ഒരു മുസാഫ് മറ്റുള്ള ആളുകൾക്ക് ഓതാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുക. ചില ആൾക്കാർ ഉംറക്കൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, 1-2 മുസാഫൊക്കെ വാങ്ങിയിട്ട് അവിടെ വെക്കും. നല്ല കാര്യമാണ്. ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ ഒരു 20 റിയാൽ അല്ലെങ്കിൽ 25 റിയാലോ കൊടുത്താൽ മുസാഫ് കിട്ടും. ഒരു 15 റുപ്യ ആവുള്ളൂ. ആ മുസാഫ് ഹറമിൽ അവിടെ വെച്ച് കൊടുത്താൽ, പക്കത്തെ ഹറമിലും 15ത്തെ ഹറമിലൊക്കെ വെച്ച് കൊടുത്താൽ ആൾക്കാർ ഹറം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിനട്ടി പ്രതിഫലം കിട്ടുമല്ലോ. ആ മുസാഫ് ഇങ്ങനെ ഓടുന്ന കാലത്തോളം എത്രയേ കൂലിട്ട. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില നല്ല കാര്യങ്ങളാണ് നമുക്ക്. ഇവിടെ ഇപ്പോൾ നമ്മൾ 500 റുപ്യ എന്തൊക്കെ വൈക്ക് ചിലവഴിക്കുന്നുണ്ട്. ഉംറക്കോ മറ്റോ പോകുന്നിടത്തൊരു 500 റുപ്യ കൊടുക്കുക, ഇതത് മാലിക്ക് 20 റിയാൽ വാങ്ങി കൊടുക്കുക. ഹറമിലെ പുറത്തൊക്കെ ഉണ്ടാകും മുസാഫ്. ഈ പൈസക്ക് ഒരു മുസാഫ് വാങ്ങിയിട്ട് ഹറമിൽ വെക്കണം കേട്ടോ, 500 റുപ്യ ഉള്ളൂ. എന്നാൽ അവിടെ ആ ഒരു മുസാഫ് അവിടെ വാങ്ങിക്കൊടുത്താൽ ആ മുസാഫ് ഹറമെന്ന് ആരെടുത്ത് ഓതുന്നു. ഒരു അറഫിന് 10 കൂലില്ലേ? ഹറമിലാകുമ്പോൾ ഒരു അറഫിന് 10 അല്ല, അപ്പോൾ ഇരട്ടി ലക്ഷക്കണക്കിനായി. അതൊക്കെ ഊതുന്ന കാലത്തോളം നമുക്ക് കൂലി കിട്ടിക്കൊണ്ടേക്കും. എത്ര ഇപ്പോൾ ചിലവായത്? 500 റുപ്യ. അപ്പോൾ ഡോക്ടറെ ഫീസ് പോലും ഇല്ല, വലിയ ഡോക്ടറാണെങ്കിൽ. ഒരു സ്കാനിങ്ങിൻ്റെ പൈസ പോലും ഇല്ല നടത്തും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കൂല, ചെയ്യൂല. പിന്നെ നബി തങ്ങൾ പറയണം, ഔ തറക്ക വലദൻ സ്വാലിഹൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി. അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം നമുക്ക് ദ്വാരക്കാൻ പറ്റിയ സ്വാലിഹായ ഒരു കുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, അവശേഷിപ്പിച്ചിട്ട് പോവുക. ആ കുട്ടിനെ ഭൗതികമായി തെറ്റിലേക്കൊന്നും കൊണ്ടുപോകാതെ നല്ലതൊക്കെ തീറ്റിപ്പോറ്റി വളർത്തി ഒരു മതകീയ പശ്ചാത്തലം ഉണ്ടാക്കി കൊടുത്ത് മരിച്ചാലും അവനക്ക് ദ്വാരക്കണ അവസ്ഥയാണ് ആ കുട്ടിക്കുള്ളത്. ആ നിലക്ക് മരിച്ച് എന്നാൽ ഖബറിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ആ കുട്ടി ദ്വാരക്കണ കാലത്തോളം, ഇബാദത്തെടുക്കണ കാലത്തോളം, ആ കുട്ടി മരിച്ച ആ കുട്ടീൻ്റെ കുട്ടി അങ്ങനെ പരമ്പരകളെല്ലാ കാലത്തോളം ഖബർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 7 കാര്യം നബിതങ്ങൾ പറയാണ്, 7 കാര്യം തജ്രീലിൽ അബ്ദി ബൗദ മൗതിഹി വഹുവ ഫീ ഖബരി. ഒരു മനുഷ്യൻ ഒരു അടിമ ഖബർ കിടക്കുകയാണെങ്കിലും ശരി, മരിച്ച ശേഷം അവൻ്റെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന 7 കാര്യം. 1, മൻ അല്ലമ ഇൽമൻ, ഇൽമിയായിട്ട് ദീനി അറിവുകളുടെ സേവനം ചെയ്യുക, ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക. 2, ഔ അജറ നഹ്റൻ, അല്ലെങ്കിൽ ഒരു പുഴ വെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒരു തോട്. 3, ഹഫറ ബിഇറൻ, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. 4, ഔ ഗറസ നഖ്റൻ, അല്ലെങ്കിൽ ഒരു മരം കുഴിച്ചിടുക. 5, ഔ ബന മസ്ജിദൻ, അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കുക. 6, ഔ വറസ മുസ്ഹഫൻ, ഒരു മുസാഫ് നമ്മൾ ഏർപ്പാടാക്കി കൊടുക്കുക. 7, ഔ തറക വലദൻ സ്വാലിഹൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതി, മരിച്ചതിന് ശേഷം നമുക്ക് ദ്വാരക്കാൻ പറ്റിയ ഒരു സ്വാലിഹായ കുട്ടിയെ നമ്മൾ വളർത്തിയെടുക്കുക. കേരളത്തിലൊരു അറിയപ്പെട്ട മുതലാളി, വലിയ പൈസക്കാരനാണ്. വേറെ കുട്ടീനെ ഒരു മതസ്ഥാപനത്തിൽ പഠിച്ചാൽ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പരോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വലിയ ശതകോടീശ്വരനാണ്, നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് MBA അല്ലെങ്കിൽ വലിയ CA അല്ലെങ്കിൽ അമേരിക്കയിലും ലണ്ടനിലൊക്കെ കുട്ടികളെ പറഞ്ഞിട്ട് വലിയ വലിയ ഡിഗ്രി, വലിയ വലിയ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചുവിടാൻ. അപ്പോൾ ഇയാൾ പറഞ്ഞു, 10 തലമുറക്ക് കയ്യാല സമ്പത്തിൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ശേഷമുള്ള 10 തലമുറക്ക് കയ്യാൽ, അതിനപ്പുറം കയ്യാല സ്വത്ത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കൊന്നും വേണ്ട, അവനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കട്ടെ, എൻ്റെ ഖബറിലേക്ക് ഉപകരിക്കണം. ഓന് ദീൻ പഠിച്ചട്ടെ, ഓന് കഷ്ടപ്പെട്ട് പഴുത്ത് ബിസിനസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവനക്ക് ജീവിക്കാനുള്ള, അവനക്ക് വരുമാനം കിട്ടാനുള്ള മൃഗങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ സ്വത്ത് മരണശേഷം അവനക്കല്ലേ ഒരുപാട് വാടക കിട്ടാണ്ട് ബിൽഡിങ്ങുകളൊക്കെ അവനക്ക് കിട്ടും. ഓൻ അധ്വാനിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഓൻ പഠിക്കട്ടെ, ഓൻ ആലിമാവട്ടെ, അത് ഇൽമിയായി സേവനം ചെയ്യട്ടെ, ശമ്പളം വാങ്ങാതെ ആൾക്കാരെ കയ്യും കാലും പിടിച്ചാതെ ഓന് ദീനിയായ സേവനം ചെയ്യാൻ പറ്റും. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ ശമ്പളത്തിന് മാത്രമാകുമ്പോൾ ആൾക്കാരോട് കണ്ട കാര്യം പറയാൻ കുറച്ച് വിഷമം ഉണ്ടാവും. ഒന്നും വേണ്ട, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൻ ദീൻ പഠിച്ച് ആലിമായി ഖിദ്മത്ത് ചെയ്യട്ടെ. അതാണ് ശരിയായ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ഇന്ന് മുതലാളിമാരൊന്നും മക്കളെ ആലിമീങ്ങളാക്കൂല. കാരണം എൻ്റെ മതിയൂർ ഉണ്ടാക്കട്ടെ എന്നാ, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കൂല. മനുഷ്യൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് നബി പ്രത്യേകം എടുത്തു പറഞ്ഞത്, ഔ തറക വലദൻ സ്വാലിഹൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതി. ആലിമാകണമെന്നില്ല, സ്വാലിഹായാൽ മതി. ആലിമായിട്ട് മാത്രം കാര്യമൊന്നുമില്ല, മക്കൾ സ്വാലിഹാവണം. അപ്പോൾ ഈ 7 കാര്യങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.